ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളിന്ന് നിലമ്പൂർ വരെ പോയ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിലമ്പൂർക്ക് എവിടേക്കാണ് പോയതെന്ന് വെച്ചാൽ നമ്മൾ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ സ്കൂട്ടി എടുത്തിട്ടാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് നമ്മളതിൽ എണ്ണ അടിക്കാൻ കയറാണ്. എണ്ണയൊക്കെ ഫില്ലാക്കി നമ്മൾ പിന്നെയും പോന്നിട്ടുണ്ട്. നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 12-12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറാമെന്നുള്ളതിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഹൈപ്പും കൂടെ ചെയ്ത് വെക്കണേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്ത് മടുപ്പിക്കണില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ തന്നെ. മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ പോയത് പാർക്കിലേക്കാണ്. കുട്ടികളെ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ബാക്കിൽ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്കാണ് ആദ്യം പോയത്. നല്ല വെയിലായിരുന്നു കേട്ടോ സമയത്ത്. ചെന്ന് കയറുമ്പോൾ തന്നെ 2 തവളക്കുട്ടന്മാർ ഇതാ ചെസ്സ് കളിക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് റിക്കൊക്കെ എന്താ വിട്ട് നിൽക്കുകയാണ്. പിന്നെ അത് അതിൻ്റെ ബാക്കിലുള്ള പാർക്കിൽ കയറിയപ്പോൾ പിന്നെ ഓലെ 2 കളി ഒഴിച്ച് വിട്ടു. ഓലെ ഓരോന്നിലായിട്ട് ഇങ്ങനെ കയറി കണ്ട് കളിക്കുകയാണ്. പല വെറൈറ്റി സ്ലൈഡും ഊഞ്ഞാലും അങ്ങനത്തേലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഉച്ച സമയമാണെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും. അപ്പോൾ മക്കളൊക്കെ പാർക്കിൽ കളിക്കാൻ വിട്ട് ഞങ്ങളവിടെ സൈഡിലിരുന്നു. അതിൻ്റെ ഇടയിൽ സീസോയിലിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ പാർക്കിൽ കളിച്ചപ്പോൾ ഞങ്ങൾ ഔഷധ ചെടികളുടെ ഒരു സെക്ഷനിലേക്ക് പോവുകയാണേ. ഓരോ സെക്ഷനായിട്ടാണ് ഇങ്ങനെ അവിടെ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് എന്താണ് സംഭവം എന്നറിയില്ല. തെയ്യമാണോ കഥകളിയാണോ എന്താണ്, കഥകളിയല്ല തോന്നുന്നില്ലേ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ആ താമരൻ്റെ ഇല ഉണ്ട്, ഞങ്ങൾ എത്രങ്ങാനും വലുതില്ലേ. അപ്പോൾ അതിലൊരു താമര ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ടവർ പോലത്തെ ഒരു സംഭവം, എന്താ പറയുക, ഏറുമാടം പോലത്തെ അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കയറി. അവിടെ നിന്നാൽ ഫുള്ള് വ്യൂ കാണാമായിരുന്നു. ആ ഗാർഡൻ്റെ ഫുള്ള് വ്യൂ അവിടെ നിന്നാൽ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു അത്. അതിൻ്റെ മേലെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ താഴത്തേക്ക് തന്നെ ഇറങ്ങിപ്പോന്നു. പിന്നെ വേറെ ഏതൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയപ്പോൾ നല്ല കാടിൻ്റെ പോലത്തെ നല്ല ഭയങ്കര കാടിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു താമരക്കുളം. പിന്നെ ഇത് മയിലിൻ്റെ രൂപത്തിൽ ചെടികളിങ്ങനെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വെറൈറ്റി മുൾച്ചെടികൾ കാണാൻ പോയിട്ടോ. എവിടെ എവിടെ അതോ എന്താണ് കടിച്ചു? ഓള് പറഞ്ഞതേ ബലറീന ക്യാപ്പിച്ചിനോല് സംഭവമല്ലേ, അതിൻ്റെ ഒരു വേറെ ക്യാരക്ടറാണ് കേട്ടോ. ലാലിയില് അങ്ങനെ എന്താ പറഞ്ഞോള്. അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിതാ പൂക്കൾ കാണാനാണ് പോയത് കേട്ടോ. പലതരം വെറൈറ്റി പൂക്കളുണ്ടായിരുന്നു. കാണാത്തതും കണ്ടതും കാണാത്തതൊക്കെ ആയിട്ട് ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ കണ്ട പൂക്കളാണെങ്കിലും അവിടെ നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അല്ലാതെ അതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട്, അതുവരെ കാണാത്തൊരു ടൈപ്പ് പൂവാണ്. എല്ലാത്തിനും പേരുകളും അതിന് എടുത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൂമ്പാറ്റ ഇങ്ങനെ നമ്മുടെ എടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഇല്ലതൊന്നും അത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഓർക്കിഡുകൾ വെച്ച ഒരു റൂമിൽ കയറിയിട്ടു. അവിടെയും
ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പല വെറൈറ്റി കളറിലുള്ളതും ഡിസൈനിലുള്ളതായിട്ടുള്ള ഓർക്കിഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. അവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു. തേക്കുകളും കുറേ കൊല്ലങ്ങൾ പഴക്കമുള്ള തേക്കുകളും പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതും പഴയകാല ഉപകരണങ്ങളും അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് അവിടുത്തെ കാടുകളിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ള എന്താ പറയുക പലതരത്തിലുള്ള പൂമ്പാറ്റകളാണ്. ചെറുതും വലുതും ഭയങ്കര വലിയതും അങ്ങനത്തെ കുറേ പൂമ്പാറ്റകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ നിലമ്പൂരിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ തേക്ക് വെച്ചിട്ടുള്ള കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാതും കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് അവിടെ ഒരു സൈഡിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അവിടെ കുരങ്ങന്മാരെ കണ്ടത് കേട്ടോ. രാവിലെ അല്ല ഉച്ചക്ക് വന്നപ്പോഴൊന്നും അവിടെ കുരങ്ങന്മാരെ കണ്ടിരുന്നില്ല. അപ്പോൾ ഒരു 3 മണി ഒരു ടൈമിലായപ്പോൾ കുരങ്ങന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം അതിനൊക്കെ കണ്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.